ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങുന്ന സമയത്ത് നമ്മൾ ആ മുട്ട പുഴുങ്ങുന്ന വെള്ളത്തിലേക്ക് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഈ ഉള്ളിത്തോൽ ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് നമ്മൾ മുട്ട പുഴുങ്ങി എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു മുട്ടൻ്റെ തോല് പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാനായിട്ട് കിട്ടും ചെയ്യും. മാത്രമല്ല, നമുക്ക് ഈ ഒരു ഉള്ളിത്തോല് വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളം കൊണ്ട് നല്ലൊരു ടിപ്പ് ഉണ്ട് കേട്ടോ നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതാ ഞാൻ മുട്ട പുഴുങ്ങാൻ വെക്കുമ്പോൾ തന്നെ ഞാനിതിലേക്ക് കുറച്ച് ഉള്ളിത്തോല് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കല്ലുപ്പ് ഇടുന്ന ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. അപ്പോൾ കല്ലുപ്പും ഉള്ളിത്തോലും ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല പോലെ ഇതിൻ്റെ ഈ ഒരു തോല് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് മുട്ട പുഴുങ്ങിയ ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ഈ ഒരു വെള്ളം നമുക്ക് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വളം തന്നെയാണ് കേട്ടത്. അപ്പോൾ ഈ ഉള്ളിത്തോലിൻ്റെ ഈ ഒരു നീരെല്ലാം ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കളർ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഈ ഒരു മുട്ടത്തോടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കയ്യിൽ പഴത്തിൻ്റെ തോലൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതേ രീതിയിലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ പഴത്തിൻ്റെ തോലും അതേപോലെ മുട്ടത്തോടും ഉള്ളിത്തോലും എല്ലാം ഞാൻ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാൻ കുറച്ച് ചായപ്പൊടിൻ്റെ ചണ്ടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ചായച്ചണ്ടി വെറുതെ ഒഴിവാക്കി കളയാറാണല്ലോ പതിവ്. അപ്പോൾ നമ്മൾ ഒഴിവാക്കുന്ന ഈ ഒരു ചായച്ചണ്ടിയും അതേപോലെ മുട്ടത്തോടും പഴത്തോലൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ടിട്ട് തിളപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഈ വെള്ളം ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്ക് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വളമായിരിക്കും കേട്ടോ ഈ ചെടികൾക്കെല്ലാം ഇത്. അതേപോലെ തന്നെ പച്ചക്കറികൾക്കും കറിവേപ്പില അതേപോലെ മുളക് ചീര എന്തൊരു ഇതിനും നമുക്ക് ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ലൊരു വളം തന്നെയാണ് കേട്ടോ ഈ ഒരു വെള്ളം. നമ്മൾ ഈ വെള്ളത്തിൽ കഞ്ഞിവെള്ളവും അതേപോലെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താൽ ഏറ്റവും ബെറ്റർ തന്നെയാണ് കേട്ടോ ഈ ഒരു വളത്തിലേക്ക്. പിന്നെ മുട്ടത്തോടും പഴത്തോലും ഉള്ളിത്തോലും ചായപ്പൊടിൻ്റെ ചണ്ടിയും എല്ലാം നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം മാത്രം മതി നമുക്ക് ചെടികളുടെ എല്ലാം വേരിന് ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വളം തന്നെയാണ് കേട്ടോ. ചെടികളൊക്കെ നല്ല തഴച്ച് വളരാനായിട്ട് പറ്റും. അതേപോലെ തന്നെ റോസാ ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അവർ മുട്ടകെട്ട് പൂവക്കായി ഉണ്ടാവുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം. നമ്മൾ വെറുതെ ഒഴിവാക്കി കളയുന്ന ഈ ഒരു ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വളമാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ വലിയ ഉള്ളിയൊക്കെ കുറേയേറെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ആ ഒരു ഉള്ളിൻ്റെ ഈ ഒരു നടുഭാഗമാണ് ചീഞ്ഞ് വരിക. അപ്പോൾ നമുക്ക് ഈ ഒരു ഉള്ളി കുറേ വാങ്ങിച്ച് വെക്കുന്നവരാണെങ്കിൽ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഉള്ളിൻ്റെ ഈ ഒരു മുകൾ ഭാഗം നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. ഈ ഒരു വേര് ഭാഗത്താണ് നമുക്ക് ഉള്ളി പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ ഉള്ളി ചെയ്യാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉള്ളി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ചിട്ട് ഒന്ന് നല്ല രീതിയിൽ തന്നെ അവിടെ ഒന്ന് ചൂടാക്കി എടുക്കട്ടോ. ആ ഒരു വേരിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ മുകൾ ഭാഗം, ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. എന്നാൽ ഒരിക്കലും ഉള്ളി ചീഞ്ഞു പോവില്ല, അതേപോലെ തന്നെ കേട് വന്ന് പോവേ അങ്ങനെ ഒരു പ്രശ്നവും ഉള്ളിക്ക് ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ എപ്പോൾ എടുക്കുന്ന സമയത്തും കിലോ കണക്കിന് ഉള്ളി വാങ്ങി വെച്ചിട്ട് നമ്മൾ എപ്പോൾ എടുക്കുന്ന സമയത്തും ആ ഉള്ളി ഫ്രഷ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ഉള്ളി ഒരിക്കലും ചീഞ്ഞു പോവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ. അതേപോലെ തന്നെ മഴക്കാലമൊക്കെ ആകുമ്പം ഉള്ളിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടാവുമല്ലോ, നനവിൽ ഉള്ളി വെക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ഉള്ളി ചീഞ്ഞു പോകാനായിട്ട് പറ്റുക. അപ്പോൾ ഇതേ രീതിയിൽ ഒന്ന് ഉണക്കിയിട്ട് ഡ്രൈ ആക്കി വെക്കുകയാണെങ്കിൽ ഒരിക്കലും ഉള്ളി ചെയ്യാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉള്ളി നമുക്ക്
നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഉള്ളി ഇതേപോലെ ചൂടാക്കുമ്പോൾ നിങ്ങളുടെ കൈയൊക്കെ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്കിൽ കുത്തിയിട്ട് ഒന്ന് ചൂടാക്കി എടുത്താലും മതി കേട്ടോ. എന്നാൽ നമ്മളെ കൈയൊന്നും പൊള്ളൂല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് കാടമുട്ട ഫ്രൈ ആട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കാടമുട്ട ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ആ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ആ വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ അതൊന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ. ഈ ഒരു മസാലൻ്റെ പച്ചമണക്കം മാറുന്നത് വരെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അതാ ഞാൻ ഈ മസാല എല്ലാം ഈ മുട്ടൻ്റെ മുകളിൽ മിക്സ് ചെയ്യുന്ന വിധം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊരു കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം അടച്ച് വെച്ച് കൊടുക്കുക. അതെന്താണെന്ന് വെച്ചാൽ ഈ മുട്ടൻ്റെ മുകളിലൊക്കെ ഈ മസാലേൻ്റെ ആ ഒരു ടേസ്റ്റും അതേപോലെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ ആ മസാലേൻ്റെ അതൊരു ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഇതേ രീതിയിൽ നമ്മൾ വൈകുന്നേരത്തെ ചൂട് കട്ടനപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പൊള്ളി സാധനമാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ചായക്കടി തന്നെയാണ് കേട്ടത്. അപ്പം നമ്മൾ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നല്ല ചൂട് കട്ടനപ്പം ഈ ഒരു കാടമുട്ട ഫ്രൈ കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടത്. നമ്മൾ ബീച്ച് ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇതായിരിക്കില്ല നമുക്ക് പ്ലേറ്റിലൊക്കെ നമ്മൾ വാങ്ങി കഴിക്കാം. അപ്പം എല്ലാവരും ഈ ഒരു കാടമുട്ട ഫ്രൈ ഉണ്ടാക്കി നോക്കാം. ഇനി അതേപോലെ നമ്മൾ ഇതേപോലെ ടൂത്ത് പിക്കൊക്കെ കുത്തിയിട്ട് കുട്ടികളുടെ കയ്യിൽ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല ഹാപ്പി ആയിരിക്കും. നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റ് കാലിയാവുന്നത് അറിയേയില്ല കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ മുടി ചീകുന്ന ചീർപ്പിലൊക്കെ കുറേ കഴിയുമ്പം അതിൽ നമ്മുടെ തലയിലെ താരനും അതേപോലെ എണ്ണയും ചെളിയും എല്ലാം അടിഞ്ഞു കൂടി കിടക്കും. അപ്പോൾ നമുക്ക് അത് ക്ലീൻ ആക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ വെള്ളത്തിൽ കുതിർത്തൊക്കെ ഇട്ടതിന് ശേഷമായിരിക്കില്ല നമ്മൾ ക്ലീൻ ആക്കാൻ തുടങ്ങുക. അപ്പോൾ ഇനിയിപ്പോൾ അതിനൊന്നും ആവശ്യമില്ല കേട്ടോ. നമ്മുടെ തല ചീകുന്ന ചീർപ്പിൽ ചെളിയോ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് പൗഡർ ഒന്ന് കൊട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ടാൽക്കം പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ അത് ഞാൻ 2 ചീർപ്പിൻ്റെ മുകളിലും കുറച്ച് പൗഡർ കൊട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പഴയ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പൗഡർ കൊട്ടിയിട്ട് ബ്രഷ് കൊണ്ടിട്ട് ഇതേ രീതിയിലൊന്ന് ഉരച്ച് കൊടുക്കുമ്പോഴേക്കും ആ ഒരു ചീർപ്പിലുള്ള ചെളിയും മെഴുക്കും അഴുക്കും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ചീർപ്പ് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അത് മാത്രമല്ല ബാഡ് സ്മെല്ലെല്ലാം പോയിട്ട് നല്ല സ്മെല്ലായി കിട്ടാനും നല്ലത് തന്നെയാണ്. അതേപോലെ ചീർപ്പൊക്കെ മുടി ചീകിട്ട് നമ്മൾ അവിടെയും ഇവിടെയൊക്കെ വെക്കുന്ന സമയത്ത് അതിൽ ചെറിയ തരം പ്രാണികളൊക്കെ വന്നിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു പൗഡറിൻ്റെ സ്മെല്ലുണ്ടെങ്കിൽ പ്രാണികൾ ഇരിക്കില്ല. അത് മാത്രമല്ല ചീർപ്പിലുള്ള മെഴുക്കും താരനും അഴുക്കും എല്ലാം പോയിട്ട് ചീർപ്പ് നല്ല ഫ്രഷ് ആയിട്ട് പുതിയതുപോലെ ആയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതെല്ലാവരും ചെയ്ത് നോക്കുക. വളരെയേറെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു ചീർപ്പിൽ നിന്ന് വന്നിട്ടുള്ള അഴുക്കാണ് കേട്ടോ. അത് മുഴുവനായിട്ടും ഈ ബ്രഷ് കൊണ്ടിട്ട് ഇങ്ങനെ ഉരച്ച് കൊടുക്കുമ്പോഴേക്കും ഈ ഒരു അഴുക്കെല്ലാം ആ പൗഡറിൻ്റെ കൂടെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുള്ള കിടക്കുന്ന ഈ ഒരു അഴുക്കെല്ലാം ആ പൗഡറിൻ്റെ കൂടെ ഇതേപോലെ റിമൂവായി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക. എത്ര പൊടി പിടിച്ചിട്ടുള്ള അഴുക്ക് പിടിച്ചിട്ടുള്ള ചീർപ്പായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെ ആട്ടത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇപ്പം മഴക്കാലം ആയത് കാരണം ചക്കൻ്റെയും മാങ്ങൻ്റെയൊക്കെ സീസൺ ആണല്ലോ. അപ്പോൾ നമ്മൾ എത്ര തറയും കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചിട്ട് കഴിഞ്ഞാലും എല്ലാവരുടെ വീട്ടിലും ഇപ്പം ഉണ്ടാവുമല്ലോ ഈച്ച. ആ ഈച്ചനെയും അതേപോലെ ചെറിയ തരം പ്രാണികളെയൊക്കെ തുരത്താൻ പറ്റിയിട്ടുള്ള നല്ലൊരു
സൊല്യൂഷനാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് ഇതൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ആ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കട്ടോ. ഈ ഒരു ഗ്രാമ്പൂവിൻ്റെ ഈ ഒരു സ്മെല്ലെല്ലാം ഈ വെള്ളത്തിലേക്ക് അലിഞ്ഞു വരുന്ന രീതിയിൽ കുറച്ച് സമയം ഇതൊന്നും തിളപ്പിച്ചെടുക്കാം. അങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഈ ഒരു വെള്ളത്തിൻ്റെ കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം വിനാഗിരിൻ്റെയും അതേപോലെ തന്നെ ഗ്രാമ്പൂവിൻ്റെയും സ്മെല്ല് കാരണം ഒരിക്കലും ഈച്ച പ്രാണികളൊക്കെ നമ്മുടെ വിട്ട് പോയിക്കോളൂ കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള പേസ്റ്റാണ് കേട്ടോ. ഈ പേസ്റ്റും കൂടെ ഈ ചൂടുള്ള വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും കേട്ടോ. ഈ പേസ്റ്റ് ഇതിൽ മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ സമയം ഇതൊന്ന് സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നല്ല ഇളക്കി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ചിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിത് അവിടെ ഒരു സാധാ ബോട്ടിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആ ഒരു ബോട്ടിലേക്ക് ഞാനിത് ഒഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ബോട്ടിലേക്ക് ഞാൻ കുറച്ച് പുൽത്തൈലം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പുൽത്തൈലം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ അതെല്ലാം ഡെറ്റോളാണോ ഉണ്ടെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ പുൽത്തൈലം ഉള്ളത് കൊണ്ടിട്ട് അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ പുൽത്തൈലം നല്ലൊരു സ്മെല്ലാട്ടോ. ഈച്ചയൊക്കെ പെട്ടെന്ന് പോയിക്കോളൂ കേട്ടോ പുൽത്തൈലം ഒഴിച്ചു കൊടുക്കുന്നത് കാരണം. പിന്നെ നമ്മുടെ അകത്തൊക്കെ നല്ലൊരു സ്മെല്ലും കൂടിയാണ്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഗസ്റ്റൊക്കെ നമ്മുടെ വീട്ടിൽ വരികയാണെങ്കിൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ ഉൾവശത്തൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു പുൽത്തൈലത്തിൻ്റെ 2-3 ഡ്രോപ്സ് ഈ ഒരു വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞാൽ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ ഇത് കുറച്ചൊന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ടർക്കി വെച്ചിട്ട് തുടച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ മുകളിലുള്ള ഈച്ചയും പാറ്റയും അതേപോലെ പ്രാണികളൊക്കെ പോകാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ടേബിളും ഗ്ലാസിൻ്റെ ടേബിളൊക്കെ ആണെങ്കിൽ ആ ഒരു ടേബിളും ഇത് കുറച്ച് സ്പ്രേ ചെയ്തിട്ടൊന്ന് തുടച്ചെടുക്കാം. അതേപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പും പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് കിച്ചൺ കൗണ്ടർ ടോപ്പും ടേബിളും ഗ്യാസ് സ്റ്റോപ്പും എല്ലാം ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ കിച്ചണിലേക്കൊക്കെ വരുന്ന സമയത്ത് കേട്ടോ. അത് മാത്രമല്ല നമുക്ക് ബാത്റൂമിൽ തേച്ച് കഴുകിയതിന് ശേഷം ബാത്റൂമൊക്കെ കഴുകിയതിന് ശേഷം ബാത്റൂമിലെ വോൾട്ടൈലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ബാത്റൂമിലേക്ക് വരുന്ന സമയത്തും നല്ലൊരു പുൽത്തൈലത്തിൻ്റെയും അതേപോലെ ഗ്രാമ്പൂവിൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തൊരു ബാഡ് സ്മെല്ലും പോയിട്ട് നമുക്ക് നല്ല സ്മെല്ലായിട്ട് കിട്ടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൊല്യൂഷനാണിത്. അതുമാത്രമല്ല നമ്മുടെ വീട്ടിൽ വരുന്ന പ്രാണികളെയും ഈച്ചനെയും എല്ലാം നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൊല്യൂഷനും കൂടെ ആട്ടത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ വീഡിയോസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ദാരിയസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. താങ്ക് യു.